അല്ല മുത്തുമണികളെ, നമ്മളപ്പോ നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ സെറ്റപ്പ് മാർക്കറ്റ് കാണാൻ പോകട്ടെ. നമ്മുടെ അടുത്ത് പരിപാടി ഒന്നുള്ള അവനെ ജീവനോടുള്ള മീന മക്കളെ പിടിച്ച് പെറുക്കി കൂടുന്നു. ഒക്കെ ഇതിന് ജീവണ്ടല്ലോ. അത് കൊള്ളാലോ. ഒക്കെ ഇതിന് ജീവണ്ട് കേട്ടോ. ഇതൊക്കെ കഴിക്കണല്ലേ. ഇതൊക്കെ എന്താ ഈ മീനൊന്നും നമ്മളോട് കണ്ടിട്ടില്ലല്ലോ. നമ്മളവിടെ അക്വറിയത്തിലെ കാണാറ്റുള്ളൂ. ഇതെന്താണോ ഇങ്ങനൊക്കെ മീനുണ്ടോ? ആ ഇത് പറ്റുന്നുണ്ട്. എന്തേലും പേര് ഉണക്കമീനുണ്ട്. ഉണക്കമീനുണ്ട്, ജീവനോടെ പിടക്കണ മീനുണ്ട്. ഏതാ അതിന്റെ മൊഞ്ചി കണ്ട കഴിഞ്ഞാൽ തിന്നാന്നോ. എന്താ ഒക്കെ ഇത് ജീവുണ്ട് കേട്ടോ. അപ്പണ്ട് പിടിക്കുക, കൊത്തി നുറുക്കുക, പൊരിക്കുക. അതവരെ സെറ്റപ്പ്. ഇതല്ലേ ചെമ്പല്ലി. കൊള്ളാം കൊള്ളാം, ഇഷ്ടമായി ഒരുപാട്. ഞണ്ടും ജീവുള്ളു കേട്ടോ. ഇത് കൊള്ളാലോ. എന്തിനാ ആരല്ലോ എനിക്കൊരു ഇളക്കമില്ല കേട്ടോ. നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്. കൈ സൂപ്പറായിട്ട് വരെ. കൊള്ളാട്ടാ മറച്ചിട്ട്. നീരാളിയോ ഇതൊന്നും ഇതോ കുറെ കയ്യും കാലൊക്കെ. ആ ജീവുള്ള ചെമ്മീൻ കോയ്. ചെമ്മീൻ നോക്കിയേ, ജീവുള്ള ചെമ്മീട്ടോ. കൊള്ളാട്ടോ. ഇതൊരു ലോകമാണ് തോന്നണം. ഇത് മീൻ ലോകമാണ് തോന്നുന്നു. ചേട്ടാ മോനെ, മീനുകളുടെ ലോകം. നമ്മക്കെന്ത് ബീച്ചാക്കാൻ നമ്മുടെ കാശൊന്നുമില്ലല്ലേ. നോ മണി നോക്കിയ മക്കളെ. ഇതിന്റെ സാധനം അതൊക്കെ എന്താ മറ്റേ വീഡിയോയിലേ കൊല കടിക്കണ സാമാനം. അതേമാതിരി ഉണ്ട്. ശങ്കോ പറ്റിയാണെങ്കിൽ ഞാൻ തൊട്ട് നോക്കിയായിരുന്നു. ഇവിടുന്നൊക്കെ നമുക്ക് ഇതെന്താ ഇത് നീരാളിയല്ലേ? കയ്യോ പിടിക്കോ? ഓ ഇതും രണ്ടും വലുതാട്ടോ. ഇത് നീരാളി കുഞ്ഞാണ്. ഇതാണ് വലുത്. നോക്കിയേ, കുട്ടികൾ മാത്രം വെട്ടാസാനുണ്ട് മോനെ. എന്താ പേരാണ് നീരാളി. എല്ലാ ഇത് പരിപാടിയുണ്ട്. ഏതാ സാധനല്ലേ? എന്തുകൊണ്ട് ഇവിടെ ഇങ്ങടത്തില്ലല്ലേ? ആരാണ് നോക്കി എല്ലാവിധ മീനുണ്ട്. ഈ മീൻ കാണുമ്പോ വല്ല ഹെലികോപ്റ്റർ വരുന്നുണ്ട്. ഹെലികോപ്റ്റർ പോലത്തെ ഫീൽ ഇല്ലേ? നോക്കി പെട്ടാക്ക സാധനങ്ങൾ അറിയോ? അവർക്ക് ഓടി കളിക്കണതിനുള്ള കൂടെ ചെണ്ട് എല്ലാവിധ മീനുണ്ട്. ഗായ് ഇത് വേറൊരു ലോകം. തോന്നല്ലേ പച്ചക്കറിക്കടയാണ് നമ്മുടെ അവിടുത്തെ തകർക്കാന്റെ കട. പശു ചേച്ചി എന്താ പറഞ്ഞല്ലേ അത്? എന്തൊക്കെ നോക്കിയൊക്കെയല്ലേ? ഓ ആ സാധനത്തിനൊക്കെ ജീവണ്ടല്ലോ. ഇതിനൊക്കെ എങ്ങനെ ഇതിന് ജീവനോടെ ഇറക്കണല്ലേ? അതൊക്കെ വളർത്തണേരിക്കോ? അല്ലാണ്ട് ഇങ്ങനെ ജീവനോട് കിട്ടണമെങ്കിൽ ഇവര് കടയും. പക്ഷെ ഇത് എന്താ ചാണക്കൊരു ഭംഗിയില്ലട്ടോ നമ്മളടുത്ത മാതിരി. ഇത് മറ്റേ മുള്ളും കൂടിയ ചാണകം അല്ലേ?
എന്തൊക്കെ പിടിക്കുന്നു സ്നേഹിക്കട്ടാ ഇത് അമ്മൂറിന്റെ കുട്ടിയല്ലേ ഗായ്സ് അമ്മൂറിനാണ്ട് നമ്മള് അമ്മൂറിന്റെ കൊച്ചുങ്ങള് പക്ഷെ അത് വെറൈറ്റി കളറൊക്കെ കേട്ടോ പെണ്ണിനടിച്ചു ഫൈൻ കാണും മക്കളെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തോണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തോല്ലോ കാര്യം കേട്ടോ ഗായ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഐഡിയ കണ്ടുപിടിച്ചോളൂ കാരണം അപ്പപ്പ ജീവനോടെ എല്ലാ മീനും അതും കടലിൽ കാണുന്ന മീനുകളൊക്കെ ജീവനോടെ എന്നിട്ട് കൊത്തി നോക്കിയിട്ട് വേറെ കൊടുക്കൂലേ കടകൾക്ക് എത്തിക്കും വെള്ളം നിറഞ്ഞു ചാടണം ഏതോ സാധനം കാണണ്ടോ കട ഉണ്ട് മീന്റെ ലോകം കഴിഞ്ഞു കേട്ടോ ആ കണ്ടോ മേലെ പൊടിവെള്ളം വെള്ളം പൊടി ചാടുണ്ട് ആയിരിക്കണോ ഏയ് ഒക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാ എഴുന്നൂറ് ചില്ലറ നമ്മുടെ നാട്ടില് 30 40 കിലോന് സാധനം അതാണ് ഗായ്സ് ഇവിടെ റേറ്റ് ഒക്കെ സീഡ് റേറ്റ് ആട്ടോ തക്കാളി ഒക്കെ ഇവിടുത്തെ 10,000 പറയുമ്പോ നാട്ടില് 700 റേഞ്ച് ഒക്കെ 700 തക്കാളി മേടിക്കാൻ കഴപ്പോ ഫുഡ് ഐറ്റംസ് കേട്ടോ ചറപറ ഫുഡ് ഐറ്റംസ് എല്ലാവിധ ഇടപാട്ടുകളിലും അവരിങ്ങനെ അവര് പിന്നെ സാധനങ്ങൾ കൈ കൊടുക്കും മിഠായികള് നോക്കിയ മീനുകളൊക്കെ കൊത്തി നുറുക്കി ഉണക്ക മീനാക്കിട്ട് വെച്ചിക്കണുണ്ടോ ഗ്ലാസ് ഇട്ടിട്ട് നമ്മുടെ അവിടെ ഒക്കെ ആണെങ്കിൽ പല കൊട്ടയിലും പൊടി മണ്ണും അടിച്ചിരിക്കുന്നുണ്ടാവും അത് ചിക്കനല്ല എന്തായാലും അതുകൊണ്ട് കാര്യത്തില് ആള് കഥ പറയുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ അവിടുത്തെ മറ്റേ ഇറച്ചികളുടെ മണം വരുന്നുണ്ട് നമ്മുടെ അവിടുത്തെ ഇറച്ചിക്കാരുടെ മണം വരുന്ന മണം വേറെ ചെടികള് 5000 4000 നമ്മുടെ അടുത്ത് 300 400 വലിയൊരു മാർക്കറ്റാ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ടൊന്നും നമ്മള് മേടിക്കണില്ല കാരണം അങ്ങോട്ട് പോവാൻ താല്പര്യമില്ല എന്റെ ചെറിയാണ് പ്രശ്നം ഞാൻ ആരെ കണ്ടാലും ഒരു പുഞ്ചിരിയോടെ തലാട്ടും കൈസ് അത് കാരണം ഇവരൊക്കെ നമ്മളോട് ദേഷ്യപ്പെട്ടില്ല തുടങ്ങി എന്താ ഇതോ റെഡിക്ക് എന്താ സാധനം പട്ടിയൊക്കെ തന്നെ ഇരിക്കോ ഇതിന്റെ മണം കേൾക്കുമ്പോ തന്നെ എന്താ മാതിരിയാണ് പോർക്കും പോത്തൊക്കെ വെക്കുന്ന കടയിട്ട കൈസ് അതിൽ ഏതാ പോർക്ക് മാത്രം പറയാൻ പറ്റില്ല അത് കാരണം ഞാൻ നൈസായിട്ട് മുങ്ങി നല്ല വൃത്തിയിട്ട മണം വേണ്ടി ഫ്രൂട്ട്സ് കണ്ടോ ഫ്രൂട്ട്സ് ഇരിക്കണോണ്ട് കഴിഞ്ഞാൽ തന്നെ മേടിക്കാൻ തോന്നുട്ടോ അല്ലേ നല്ല ഭംഗിയിലും സുന്ദരന്മാരായിട്ട് ഇരിക്കണം പ്രണയിക്കാൻ തോന്നണോ അവര് ഫ്രൂട്ട്സിനെ കേട്ടോ പാവല്ലേടോ ഞാൻ ഓ മഷ്റൂം എത്ര ഐറ്റം നോക്കിയൊക്കെ മഷ്റൂമുകൾ നമ്മുടെ നടക്കുന്ന ഒരു ഐറ്റം ഒന്നും കേട്ടോ ചോറ പറ കിടക്കണ ലോക്കൽ മാർക്കറ്റിലൊക്കെ എത്ര തരം മഷ്റൂമാ മോനെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഫുഡ് കഴിക്കണം എന്താ വെച്ചാ വെറുതെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി കഴിക്കും ഇവിടെ ഉള്ള ഒരു പ്രോട്ടീന് ശരീരത്തിന് വേണ്ട ഓരോന്നോരോന്ന് നോക്കി കഴിക്കുക ഏത് പട്ടയേരിയ ഇഷ്ടമായി എനിക്ക് ഒരുപാട് നല്ല നല്ല കൊച്ചുങ്ങളും ഉണ്ട് നല്ല ഫുഡ് പിന്നെ കൊച്ചുങ്ങളുണ്ട് കൊറിയൻ കൊച്ചുങ്ങളെ കാണാൻ വേണ്ടിട്ട് ഗായ്സ് ഞങ്ങൾ വന്നു ഗായ്സ് ഒന്നും കുഴപ്പമില്ല സംഭവം ഉണ്ടല്ലോ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഭയമുണ്ട് അവര് സ്പീക്കർ ഇങ്ങനെ പറഞ്ഞു പൊലിപ്പിക്കുന്നുണ്ട് അവരെ സുഖിപ്പിക്കുക തോന്നുന്നു അല്ലേ
അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ? ആ ഇങ്ങോട്ട് പോവാല്ലേ. ഒരുവിധം ഫുള്ള് മീറ്റുകളാണല്ലേ, ഫുള്ള് ഫുള്ള് മാംസക്കടയാണ്. നമ്മുടെ പിന്നിലൊരു ഏട്ടുണ്ട്. ഓ അമ്മൂറിന്റെ കുട്ടി നോക്കിയോ, ചെമ്പല്ലി അമ്മൂറ് ഗായ്സ് കാണണ്ടോ? അമ്മൂറല്ലേ പോണ്, ചെമ്പല്ലി അമ്മൂറും എല്ലാവിധ മീനുകളും. പക്ഷെ മത്തി ഉണ്ട് കേട്ടോ മെയിനായിട്ട്. ഈ അമ്മൂറിന്റെ കളർ നോക്കിക്ക, കൊള്ളാം. നെല്ലോ നമ്മളവിടെ സ്വർഗാണ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു 1 കിലോ കൂടുതലുണ്ടാവും. പക്ഷെ എന്തായാലും കിലോ കൂട് 1500 പറയുമ്പോ 5500 പറയുമ്പോ ഒരു 400 റുപ്യ, 400 റുപ്യ ഉള്ളില്. ആ ഇവിടെ ഉണ്ട് നമ്മുടെ അവിടുത്തെ മാതിരി പൊരിപ്പിക്കണ കട. ഓ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതിനൊക്കെ എങ്ങനെ റേറ്റ് ആണോ? ഇത് മെയിനായിട്ട് കുറവുണ്ടാവും. നമ്മുടെ അവിടെ നിന്നൊക്കെ കേറുന്നു. പിന്നെയും കൊറിയൻ വേൾഡിലേക്ക്, കൊറിയൻ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങി. എന്താ നീരാളിയാവും ഗായ്സ്, എല്ലാവിധ സാധനങ്ങളും കിട്ടും. ഈ അവറ്റളൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് തലോടി അറിയാ വിചാരിച്ചായിരുന്നു ഞാൻ. എന്താ ഭ്രാന്തോ, അട്ടി കൊണ്ട് തൂറാൻ വയ്യ എനിക്ക്. ഞാൻ അല്ലെങ്കിൽ ഞാൻ മാറും. ഇതല്ല നമ്മളൊന്നും കഴിക്കും. നമ്മള് ഇതിന്റെ അപ്പുറത്താ, നമ്മള് മീനുകളുടെ ഇടയിൽ കൂടെ വന്നു. അവിടുന്ന് ഇങ്ങോട്ട് മീനുകളുടെ ഇടയിൽ കൂടെ വന്നു. ഇത് നമ്മൾ അങ്ങോട്ട് പോയി. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ്. ഇത് സ്ഥിരം ഒരു മാർക്കറ്റ് തോന്നുന്നുണ്ടോ അല്ലേ? ഇങ്ങനെ എന്നും എല്ലാം ഉള്ള ഒരു വലിയ മാർക്കറ്റ് കിട്ടാൻ നമ്മുടെ നാട്ടില് നല്ല കാര്യം കേട്ടോ അല്ലേ? മെയിനാണല്ലോ അല്ലേ കേട്ടോ ഗൈസ്. ഇതിനെ നല്ല കച്ചവടം പോലെ നമ്മുടെ നാട്ടിലല്ലേ? കറ്റാർവാഴയുടെ കറ്റാർവാഴ കേട്ടോ. പ്രൈസ് 5000, അതായത് 300 ചില്ലറ റുപ്യ, 400 റുപ്യൊക്കെ അല്ലേ? ഉണക്കമീൻ ഉണക്കമീൻ എവിടെ അത് പോയെന്ന് അറിയണ്ടേ? എന്ത് കുട്ടിയോ? നീരാളിയോ? ഇത് കൂന്തളല്ലേടോ ഇയാളെ? അതെ അതെ അതെ, അതാവുമ്പോ ഒരാള് പൊട്ടരത്തര. അമ്മൂറ്, ചെമ്പല്ലി, കാളാഞ്ചി, എല്ലാവിധ. ഇതിനെ നമ്മള് വന്നു. അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങോട്ട് പോവാ. മത്തി തോക്ക്, മത്തി. ആ മീൻ പറയണ നമ്മുടെ അവിടെ മത്തി എന്ന് പറയണ. ഒരു ജീവനോട് തന്നെ കൊടുക്കണോന്നല്ലേ ആ കൊട്ടയിലിട്ടിട്ട്? ജീവനോട് തന്നെ മീനും കൊടുത്തയക്കണോണ്ട് കേട്ടോ കായ്. അടിപൊളിയായി കൊട്ടയിലിട്ട് പാക്ക് ചെയ്ത് ജീവനോട് തന്നെ. ഇത് 3 എന്താട്ടാ അതാട്ടാ. അത് നീരാളി ഒന്നുമില്ല. ഇയാളെ കണ്ണിനൊക്കെ എന്താ കേടാണല്ലോ വലിയ വെക്ക. കൂന്തലൊക്കെ എന്ത് നോക്കിയതാ? ഇവിടുന്നൊക്കെ ജീവനോടെ നമ്മുടെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്നിട്ട് പിന്നീട് വീട് എന്താ എന്റെ മോനെ എന്ത് കൊട്ടക്കണ അതന്നെ പറഞ്ഞേ. അതെന്താ നോക്കിയ മായ ഇവര് കച്ചവടം കടയില് ആൾക്കാര് വരുന്നു. നീരാളി ഉണ്ട് കേട്ടോ മെയിനായിട്ട് കണ്ട.
കയ്യോക്കി ഒന്ന് പിടിച്ചാലോ അതിന്റെ കൈ വളവാക്കണ്ട പേനൊക്കെ ഇട്ടെടുത്തുണ്ട് നല്ല സ്നേഹമുള്ളവരവര് ല്ലേ ഇവിടുത്തെ ഫോൺ പേ പോലത്തെ സെറ്റപ്പ് ആവുന്നതാണ് അറിയില്ലെങ്കിലും ഒരുപാട് സാധനങ്ങളുള്ള വലിയൊരു ഷോപ്പിലെത്തി കണ്ട എന്താണ് സംഭവം കുറെ പെൻസിലും പേനൊക്കെ ഉണ്ട് കുറെ ഡപ്പകളുണ്ട് കുറെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ എന്തൊക്കെ പെർഫ്യൂമുകളോ തോന്നണം കേട്ടോ ഇതെന്തോ പൗഡർ ഇരിക്കും അറിയില്ലെങ്കിലും ഇഷ്ടമായി അറിയില്ലേ ഒരുപാട് ഇഷ്ടമായി ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എടുത്ത് മാടിച്ചൊക്കെ കഴിഞ്ഞാൽ അടിയിട്ട് തിരിയോ പറഞ്ഞാൽ അത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ സൺസ്ക്രീമുകളൊക്കെ നല്ല സാധനമാവുന്നത് അല്ലേ നിങ്ങളെടുക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ നിങ്ങളെടുക്ക് നിങ്ങൾ എന്തായാലും അതൊക്കെ നോക്ക് മെയിനായിട്ട് ഇഷ്ടമായ ഒരു ഏരിയ അങ്ങനെ ഊതിക്കൊണ്ടിരിക്കും ഞാൻ അങ്ങനെ കറക്റ്റ് ആസ്വദിച്ചോണ്ടിരിക്കും സോപ്പുകളാട്ടാ ഇതൊക്കെ സോപ്പാ അത് കണ്ട കൊറിയ മാർക്കറ്റ് ഗായ്സ് സീന് പരിപാടി കിട്ടും ഒക്കെ നല്ല ഇഷ്ടമായി മീനുകളൊക്കെ ചെയ്യണതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം ഒരു പ്രത്യേക രസം പഴം 2000 റുപ്യ അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 200 ഉണ്ടാവും ഏതൊരു സുന്ദരികളൊക്കെ കാണാൻ തുടങ്ങിട്ടോ ഇതുവരെ ഇവിടെ സുന്ദരികൾ അധികം കണ്ടിരുന്നില്ല ഇത് അമ്മായി പിന്നെയും വരുന്നു അമ്മായി പൊട്ടിയിട്ട് നല്ലോണം എന്താ ഗോൾഡ് കട ഗൈസ് നമ്മുടെ കറങ്ങലൊക്കെ കഴിഞ്ഞു ഗോൾഡ് കടയിലൊക്കെ പോയി റേറ്റ് ഒക്കെ നോക്കി തിരിച്ചു വെറുതെ ഇങ്ങനെ പോകും നമ്മളെ കൊണ്ടൊന്നും മേടിക്കാൻ പറ്റില്ല നമുക്ക് നല്ല പൈസ ഇവിടുത്തെ 1 കോടി 1.5 കോടി റുപ്യ ഇവിടുത്തെ 1.5 കോടി റുപ്യ നമ്മുടെ അടുത്ത് ഒരു 10 ലക്ഷം റുപ്യ അത്രയൊക്കെ ഉണ്ടാവും 10 ലക്ഷം റുപ്യ സാലറി മേടിക്കുന്ന ആളാണെന്നെങ്കിൽ നമ്മളെവിടെ എത്തി 3 മാസം കൊണ്ട് 10 ലക്ഷം റുപ്യ സാലറി മേടിക്കും പിന്നെ ഗോൾഡ് കട കയറും നേരെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് വെറുതെ ഇരിക്കില്ലേ പണിക്ക് പോകാണ്ട് എന്തായാലും നമ്മളതങ്ങനെ ഉല്ലാസ യാത്ര ഒക്കെ കഴിഞ്ഞ് തിരിച്ചിതങ്ങനെ റൂമ് പോവാ റൂമിലേക്കുള്ള യാത്ര ഞാൻ മലയുടെ ചോട്ടേക്ക് പോകാൻ പറ്റിയ നോക്കാന് 7-11 കണ്ടിട്ട് ഗൈസ് പൈസ ഉണ്ടായിരുന്നെങ്കിൽ കയറി കഴിക്കാമായിരുന്നു സാലറി കിട്ടല്ലോ തുടങ്ങട്ടെ കറങ്ങി രണ്ടാമത്തെ 7-11 കണ്ടുട്ടോ കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് നടന്നു ഏതൊക്കെ വഴി കൂടെ പോയി ഏതൊക്കെ വഴി കൂടെ എവിടൊക്കെയോ എത്തി തിരിച്ച് റൂമിലാട്ട് ഗായ്സ് വന്ന് നമ്മള് മീൻപിടുത്തത്തിന്റെ ഒരു ലോകത്തെത്തി ഒരു നേര നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് തല്ല വരെ മീൻപിടുത്ത കൊറേ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് 9 സെറ്റപ്പ് ചൂണ്ടലാളാ ഇവരെ ചൂണ്ടലിന്റെ റോഡ് എന്ത് നീളാ എത്ര അടിയത് 20 അടിയോ ചെമ്മീൻ തന്നെ കൊടുത്തിട്ട് കേട്ടോ ചെമ്മീൻ കൊടുത്തിട്ടുള്ള മീൻപിടുത്തം തന്നെയാണ് റോഡ് നല്ല ലെങ്താട്ടോ ഉണ്ടാവും ആ കൊട്ടയിലുണ്ടാവും അതിന്റെ ഉള്ളിൽ ചാവാണ്ടിരിക്കാൻ വേണ്ടിട്ടുണ്ടാവും ലൂക്കാസ്റ്റുണ്ട് പിന്നെ ഗായ്സ് ഇവിടെ ഉള്ളവർക്ക് ഇന്ത്യനെ കുറിച്ചിട്ട് അറിയില്ല കേട്ടോ എല്ലാരും ഇന്തോ എന്ന് പറയാ അതായത് ഇന്തോനേഷ്യൻ ആണോ എന്നൊക്കെ ചോദിക്കണേ ഫുള്ളി ഇന്തോനേഷ്യ അതന്നെ തൊള്ള വിളിച്ചാ പറയാ ഇയാളെ കണ്ടിട്ട് ബംഗാളിയാണോ ചോദിച്ചു കണ്ടിട്ട് എന്തോ പറഞ്ഞു അപ്പൊ ഞാൻ മുസ്ലിം പറഞ്ഞു 3.5 മണിക്കൂർ നടന്നു അല്ലേ 3.5 മണിക്കൂർ ഗായ്സ് നല്ല സ്ട്രോങ് ആട്ടെ നമ്മള് പട്ടിക്കുട്ടം വരുന്നുണ്ട് ഗായ്സ് കറങ്ങി തിരിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തെത്തിട്ടോ ഇവിടെ ചൂണ്ടിട്ടൊരു ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ അപ്പുറത്തുള്ള സാംസങ്ങിന്റെ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യാൻ വന്ന വണ്ടികൾ പണിയാൻ കയറിയ കപ്പലുകളായി കിടക്കണേ
1 2 കുറേ ഉണ്ട്. ചൂണ്ടൊക്കെ ഈ ചൂണ്ട കുറേ ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കാം. 2 ചൂണ്ടൊക്കെ ഇട്ടാ വലിയ സിറാങ്കി അടിക്കാതിരിക്കാം. അമ്മ കൊള്ളാടാ, ബ്യൂട്ടിയാണേ. കൊള്ളാടാ. കുറേ നേരം ഇരുന്നു. ഇനി റൂമിൽ പോട്ടെ ഗായ്സ്. അപ്പൊ ശരി, ടാറ്റ. ഇനി റൂമിൽ പോവാ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല.